അഡ്വക്കേറ്റ് PG മനുവിൻ്റെ പെടുമരണം വക്കീലന്മാരോട് പറയുന്നത്. നമസ്കാരം. അഡ്വക്കേറ്റ് PG മനുവിൻ്റെ പെടുമരണം വക്കീലന്മാരോട് പറയുന്നത്. ഈ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അഭിഭാഷകനും സീനിയർ അഭിഭാഷകൻ, അതായത് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനും ഗവൺമെൻറ് പ്ലീഡറും ഒക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് PG മനു ആത്മഹത്യ ചെയ്തു. അതെ, ആനന്ദവല്ലീശ്വരത്തെ അദ്ദേഹത്തിൻ്റെ ഒരു വാടക വീട്ടിൽ ഈ വന്ദന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്നൊരു ദിവസം രാവിലെ ആത്മഹത്യ ചെയ്ത നിലയിൽ അഡ്വക്കേറ്റ് PG മനുവിനെ കണ്ടെത്തിയത്. ആ വാർത്ത അന്ന് എല്ലാവരും ചില ഓൺലൈൻ മീഡിയകളുമൊക്കെ വാർത്തയായി നൽകിയിരുന്നു എന്നതൊഴിച്ചാൽ മറ്റാരും അതിനെ കാര്യമായി കൈകാര്യം ചെയ്തതായിട്ട് കണ്ടില്ല. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനതൊക്കെ ഞാനും അപ്പം തന്നെ എനിക്കൊന്ന് സുല്ലു അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത് സംസാരിക്കാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടാത്തത്? കാരണം ആ ആത്മഹത്യ ഈ മരണം ഇരന്നു വാങ്ങുന്നു എന്ന് പറയുന്ന പോലെയായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. പക്ഷെ അത് ആരും അങ്ങനെ ചർച്ച ചെയ്യാതെ പോയി. ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മളിന്നിപ്പോൾ അതിനകത്ത് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നാൻ? ഇപ്പോൾ എൻ്റെ തോന്നലുകളാണ് ഞാൻ പറയുന്നത്. ഇത് ഈ അഭിഭാഷകൻ ചെയ്തു കൂട്ടിയ കന്നന്തുരുകൾ എന്നാണ് അതിനെ പറയേണ്ട വാക്ക്. അത്തരത്തിലുള്ള വൃത്തികേടുകളുണ്ട്. ആ വൃത്തികേടുകൾ പൊതുസമൂഹം അറിയേണ്ടതുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന്. എന്ത് തോന്നുന്നു സുനിൽ മാത്യു അതിനെക്കുറിച്ച്? ഇപ്പം നമ്മുടെ നാട്ടിൽ ധാരാളം ഓരോ ദിവസവും പുലരുന്നത് ധാരാളം ആത്മഹത്യകളും ദുരൂഹ മരണങ്ങളും എല്ലാം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം ഇദ്ദേഹത്തിൻ്റെ മരണം വ്യത്യസ്തമാകുന്നത്, ആദ്യമേ ഇൻട്രൊഡക്ഷനിൽ താങ്കൾ പറഞ്ഞു, ഇദ്ദേഹം ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകനായിരുന്നു, സർക്കാർ പ്ലീഡറായിരുന്നു. വളരെ പ്രമാദമായ പല കേസുകളും ഇദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. NIA അടക്കം കേസുകൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഉപരി ഇദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയായിരുന്നു, SFI നേതാവ്, DYFI നേതാവ്, അതുവഴി സർക്കാർ അഭിഭാഷകനായി. തുടർന്ന് ഇദ്ദേഹം ഏതാണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു NIA അഭിഭാഷകനായപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സംഘി അഭിഭാഷകൻ എന്ന പേരും ഒക്കെ വെച്ചിരുന്നു. എന്നാൽ ഒരു വക്കീൽ എങ്ങനെ ആകാതിരിക്കണം? ഇന്ന് ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഈ വക്കീൽ പ്രൊഫഷനിലേക്ക് വരുന്ന ഓരോ വ്യക്തിയും ആ പ്രതിജ്ഞ എടുക്കുമ്പോൾ ഓരോ അഭിഭാഷകനും മനസ്സിൽ എടുക്കേണ്ടുന്ന മറ്റൊരു പ്രതിജ്ഞയുണ്ട്. ഞാൻ ഒരിക്കലും PG മനുവിനെ പോലെ ആയിത്തീരില്ല എന്ന്. കാരണം ആ വക്കീൽ പ്രൊഫഷനെ വ്യഭിചരിച്ച, വക്കീൽ പ്രൊഫഷനെ നശിപ്പിച്ച, അതിൻ്റെ ആ ഒരു സാൻഡിറ്റി നശിപ്പിച്ച ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അന്നേരം ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്ന് പറയുന്നത്, അദ്ദേഹം യഥാർത്ഥത്തിൽ ആത്മഹത്യയിലൂടെ ഇദ്ദേഹം ഈ ലോകത്തിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന് വളരെ മാതൃകാപരമായ ഒരു ശിക്ഷയായിരുന്നു അദ്ദേഹത്തിന് കിട്ടേണ്ടിരുന്നത്. അന്നേരം ഈ ആത്മഹത്യ എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്ത കുറ്റകൃത്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയ ശിക്ഷയാണ്. എന്ത് തോന്നുന്നു? അത് വളരെ കൃത്യമാണ്. കാരണം മരണം എപ്പോഴും ഇതുപോലെ ആത്മഹത്യ എന്ന് പറയപ്പെടുന്നത്, സ്വയം മരിക്കുക എന്ന് പറയപ്പെടുന്നത് ഒരു എളുപ്പമാർഗവും ചിലപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടലാണ്. ആ രക്ഷപ്പെടൽ പക്ഷേ മനുവിനെ പോലുള്ളവർക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ലഭിക്കാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം മനു ചെയ്തു കൂട്ടിയ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇനി അറിയാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. പോലീസിൻ്റെ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും അത് അറിയാൻ കഴിയും. ഇപ്പോൾ 2018 നടന്ന ഒരു പരാതി, പീഡന പരാതിയുമായി ബന്ധപ്പെട്ട്, ആ പീഡന പരാതിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് 2023 ഒരു യുവതി ഇദ്ദേഹത്തിനെ കാണാൻ വരുന്നു. അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എറണാകുളത്തും കടവന്ത്രയിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലുമൊക്കെ വെച്ച് ഈ സ്ത്രീയെ പലവട്ടം പീഡിപ്പിക്കുന്നു. പീഡിപ്പിച്ചതിന് ശേഷം അതൊരു കേസായിട്ട് നിലനിൽക്കുന്ന സാധ്യത 2023 അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹൈക്കോടതിയിലും ഒപ്പം തന്നെ സുപ്രീം കോടതിയിലും ഒക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഹർജികൾ തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു 58ഓളം ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നതിന് ശേഷമാണ് ജാമ്യത്തിൽ ഇറങ്ങി വരുന്നത്, പ്രാക്ടീസ് തുടങ്ങും. ഇപ്പം തന്നെ നമുക്കറിയാം ഈ അതിനുശേഷം അടുത്ത് വരുന്ന മറ്റൊരു യുവതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയം, ആ യുവതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. വീട്ടിലും അവരുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ നിരന്തരം പീഡനത്തിന് വിധേയമാകേണ്ടി വരുന്ന തരത്തിലേക്ക് മറ്റൊരു യുവതി കൂടി അവിടെ എത്തപ്പെടുന്നു. ഇത് പരാതികളുമായിട്ട് എത്തുന്നവരെയാണ് ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതെ, ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് പെട്ടെന്നുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ആ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിച്ചതാണ് എന്ന് പറയുന്നത്. അന്നേരം ആ വീഡിയോ അത് എന്ന് ചിത്രീകരിച്ചതാണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല. അന്നേരം ആദ്യത്തെ ആ ഒരു പീഡനത്തിന് മുമ്പാണോ ശേഷമാണോ എന്ന് വ്യക്തമല്ല. എങ്കിലും അതിൽ നിന്ന് വളരെ വ്യക്തമാണ് കോടതി മുറികളെ വളരെ ധൈര്യത്തോടെ വാദിച്ച, കോടതി മുറികളിൽ എതിരാളികളെ നിർവീര്യമാക്കിയ നല്ല വാക്ചാതുര്യമുള്ള ഈ അഭിഭാഷകൻ കയ്യും കൂപ്പി
ഈ തൻ്റെ സഹോദരയുടെയും ഭാര്യയുടെയും മുന്നിൽ ആ ഒരു പ്രായമായ ഒരു മനുഷ്യൻ്റെ വാക്കുകൾക്ക് ഒരു മറുപടി പോലും ഇല്ലാതെ ദയനീയമായി നിൽക്കുന്നത് ഓരോ അഭിഭാഷകനും ഹൃദയത്തിൽ കുറിച്ചിടേണ്ടുന്ന ഒരു കാഴ്ചയാണ്. അന്നേരം ഈ ഒരു കാഴ്ച തൻ്റെ കുടുംബത്തിൻ്റെ മുന്നിൽ വെച്ച് ഇതുപോലെ നാണം കെട്ടു, മനമുരിയപ്പെട്ടു ഒരവസ്ഥയിലാണ്. അതിൽ മനംനൊന്താണ് ഇദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ യാതൊരു കാരണവശാലും ഒരു കരുണ അർഹിക്കാത്ത തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇദ്ദേഹം ചെയ്തത്. ഈ രണ്ടാമത്തെ കേസിൽ, വീഡിയോ പ്രചരിച്ച കേസിൽ അവരുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ അവർക്കൊരു ജാമ്യവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് ചെന്ന ആ യുവതിയെയാണ് ഇദ്ദേഹം ലൈംഗികമായി പീഡിപ്പിച്ചത്. ആ ഒരു കുഞ്ഞു കുട്ടി പോലും ആ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അന്നേരം അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു വിഷമവും വിചാരിക്കേണ്ടെന്ന കാരണമാണ്. പക്ഷേ ഇത് കുറഞ്ഞുപോയി, ആത്മഹത്യ എന്ന് പറയുന്നത് ഇയാളെ സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞുപോയി എന്ന് അങ്ങനെ പറയാൻ പാടില്ല എങ്കിൽ രക്ഷപ്പെടലാണ് നടത്തിയിരിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം ഈ ഇത്തരത്തിലുള്ള അഭിഭാഷകർ ഈ പറയുന്ന പോലെ മനുവിനെ പോലുള്ളവർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? സത്യത്തിൽ ഭയപ്പെടുകയല്ലേ ചെയ്യപ്പെടുന്നത്. ഇവിടുന്ന് ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു യുവതി ഇതുമായി ബന്ധപ്പെട്ട് ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വക്കീലിനെയും കാണാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. ഇത് വേറൊരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഞങ്ങൾ ഈ പറയുന്നത് ഈ വരുന്ന നമ്മുടെ ലോകത്ത് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ അഡ്വക്കേറ്റ്മാരെയും അല്ലെങ്കിൽ എല്ലാ വക്കീലന്മാരെയും അഭിഭാഷകരെയും ഉദ്ദേശിച്ചല്ല എന്ന് കൂടി പറയട്ടെ. ഇങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ മനുവിനെ പോലുള്ളവർ നിരവധി പേരുണ്ട്. അവരെ ഉദ്ദേശിച്ച് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചർച്ച തന്നെ നടത്തുന്നത്. അത് ആ തരത്തിൽ മാത്രം കണ്ടാൽ മതി. അതെ, ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ അഭിഭാഷക വൃത്തിയിലെ എല്ലാ പ്രൊഫഷനിലും പുഴുക്കുത്തുകളുണ്ട്. അഭിഭാഷക വൃത്തിയിലെ ഇത്തരം പുഴുക്കുത്തുകളെ തുറന്നു കാണിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്തരം ഒരു ചർച്ച. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, മറ്റൊരു പ്രധാനപ്പെട്ട മാധ്യമങ്ങളും ഇതൊരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. ഒരു ചർച്ചാ വിഷയമാകേണ്ടിയിരുന്നു. അതായത് അധികാരങ്ങൾ കൈയാളുന്ന, അതായത് ഒരു മനുഷ്യൻ്റെ അവനെ അഴിക്കുള്ളിലാക്കണോ, അവൻ്റെ അഴിയിൽ നിന്നും രക്ഷപ്പെടുത്തണോ, അത്രയും അധികാരം കൈയാളുന്ന, അതല്ലെങ്കിൽ ഒരു വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താവുന്ന ഈ നിയമ പ്രൊഫഷനുള്ള ഈ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ നിരവധി മനുമാർ നമ്മുടെ ചുറ്റുമുണ്ട്. അതിനുള്ള സൂചനകളെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ മനു ചെയ്തത് ഇങ്ങനെ പരാതിയുമായി എത്തുന്നവർക്ക് അവരെ നിങ്ങൾ എൻ്റെ കൂടെ കിടന്നില്ലെങ്കിൽ ആ പദം ഉപയോഗിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ശരീരം തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ അടക്കം പ്രതി ചേർക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ ഒരു ശരീരം വാങ്ങിക്കുന്നത്. ഈ ഒരു നികൃഷ്ടമായ സ്വഭാവ രീതി അത് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. ഒപ്പം ഈ കുടുംബ കോടതികളിലേക്ക് എത്തപ്പെടുന്ന സാമാന്യം നമുക്കറിയാമല്ലോ, ഇപ്പം ഈ ഫാമിലി കോർട്ടിലേക്ക് എത്തപ്പെടുന്ന അവരുടെ ഡിവോഴ്സ് കേസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നവരുടെ ഈ മനുമാരെ പോലുള്ള വക്കീലന്മാർ പലപ്പോഴും സമീപിക്കുന്നത് ഈ തരത്തിൽ തന്നെയാണ്. കാരണം അവരോട് സംസാരിക്കുന്ന രീതി, അവരോട് ഒരു കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ക്രോസിംഗ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ വക്കീലന്മാർ പലപ്പോഴും ഈ സ്ത്രീകളോട് നടത്തുന്നത്. അത് നടത്തിയതിനു ശേഷം അവരെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ഥിതിവിശേഷം അല്ലേ മാറേണ്ട അങ്ങനെയാണെങ്കിൽ? അതെ, ഇപ്പം പ്രത്യേകിച്ച് ഈ കുടുംബ കോടതികളിൽ വിവാഹമോചനം കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ജീവനാംശ കേസുമായി ബന്ധപ്പെട്ട്, അതല്ലെങ്കിൽ സ്വത്ത് നിർണയവുമായി ബന്ധപ്പെട്ട് ഇത്തരം കേസുകളിൽ ഇവർ സമീപിക്കുമ്പോൾ പലർക്കും നൽകുവാൻ വക്കീൽ ഫീസ് കാണത്തില്ല. അതല്ലെങ്കിൽ അവരെ സഹായിക്കാനോ അവരുടെ കുടുംബക്കാർ പോലും, ഉറ്റവരോ ഉടവരോ പോലും ഈ സ്ത്രീകളുടെ കൂടെ കാണത്തില്ല. അന്നേരം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആകെ ആശ്രയിക്കാവുന്നത് ഈ അഭിഭാഷകരെ മാത്രമാണ്. അന്നേരം അവരെ വിശ്വസിച്ച്, അഭിഭാഷകരെ വിശ്വസിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഈ കുടിലതകളൊന്നും ഇവർക്കില്ലല്ലോ. ഇവരുടെ കയ്യിൽ നിന്നും, ഈ സ്ത്രീയുടെ കയ്യിൽ നിന്നും സകല കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവർ ജഡ്ജ് ചെയ്യുന്നു, ഇവരെ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഇവരുടെ കയ്യിൽ നൽകുവാൻ ഫീസ് പോലും കാണത്തില്ല. അങ്ങനെ ഇവർ ആദ്യഘട്ടത്തിൽ പലരും പറഞ്ഞ് അനുഭവമുള്ള എത്രയോ പേർ നമ്മളുമായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരിക്കുന്നു. ആദ്യം ശരീരം ആവശ്യപ്പെടും. അന്നേരം മനസ്സുകൂടാതെ, അതല്ലെങ്കിൽ അവർക്ക് വേറൊരു മാർഗവും ഇല്ലാതെ ഈ വക്കീലന്മാർക്ക് ശരീരം പങ്കിടേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അതിനുശേഷം കേസ് ജയിച്ചു കഴിയുമ്പോൾ ഇതിൻ്റെ നിശ്ചിത ശതമാനം ഇവർക്ക് നൽകേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ സാമ്പത്തികമായും ശാരീരികമായും എത്രയോ പേർ ചൂഷണം ചെയ്യപ്പെടുന്നു. പലരും പക്ഷേ ഇത് മാനഭയം ഓർത്ത്, അല്ലെങ്കിൽ ഇത് വേറെ ആരോടും തുറന്നു പറയാൻ പറ്റാതെ, പിന്നെ വക്കീലന്മാരുടെ ഇടയ്ക്ക് അവരെക്കുറിച്ച് പരാതി പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങൾ ജയിലിലാകുമോ, തങ്ങൾക്കെതിരെ പോലീസ് കേസ് വരുമോ എന്ന് ഭയന്നാണ് നല്ല ശതമാനം യുവതികളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു പറയാവുന്നത്. ഇത് ഏതോ അവരുടെ ധൈര്യസമേതം ഇത് മുന്നോട്ട് വന്നതുകൊണ്ടാണ് ഇത്രയും പ്രബലനായ ഒരു രാഷ്ട്രീയക്കാരനായ ഒരു സീനിയറായ ഒരു അഭിഭാഷകനെതിരെ ഇത്തരം ഒരു കേസ് അത്രയും കൃത്യമായ തെളിവുകൾ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് വന്നത്. വീഡിയോ പ്രചരിക്കുന്നുണ്ടല്ലോ, ഈ മനുവായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വീഡിയോ പ്രചരിക്കുന്നുണ്ട്. അതിനകത്ത് താങ്കൾ പറഞ്ഞ പോലെ
രണ്ട് കൈയും കൂപ്പി നിൽക്കുന്ന സഹോദരിയെയും ഒപ്പം തന്നെ ഭാര്യയൊക്കെ നമുക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ ദൃശ്യം നമുക്കൊന്ന് കണ്ട ശേഷം അതിലേക്ക് പോകാം. അന്നേരം ഈ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെല്ലാം പ്രചരിക്കുന്ന ഒരു ദൃശ്യമാണ്. എങ്കിലും കൂടുതൽ വ്യക്തത വരുന്നതിന് വേണ്ടി നമ്മുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഒരു ക്ലാരിറ്റി എത്രത്തോളം ഒരു മുതിർന്ന ഒരു അഭിഭാഷകൻ കയ്യും കൂപ്പി തൻ്റെ ഭാര്യയെയും സഹോദരിയെയും കൂട്ടി നിൽക്കുന്ന ആ കാഴ്ച ഒന്ന് കണ്ട ശേഷം നമുക്ക് ചർച്ച തുടരാം. ഇവൻ തന്നെ കുഞ്ഞോളാൻറ്റി എന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇവള് എന്നാ പേപ്പർ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം പോയി. അത് കഴിഞ്ഞ് ഇവിടെ ബസ്സിനാ പോയത്. ഇറങ്ങിയ നോക്കി ഇവൻ ആരക്കുന്ന് ഇവളുടെ വീണ്ടും മുല്ലൂർപ്പടി കാർ കൊണ്ട് പോയോ ആ നീ വണ്ടിയിൽ എന്റെ മൂത്ത മോൻ ഫ്രണ്ടിൽ കയറി ഇവളും പുറത്തിറങ്ങി. ഇവിടെ വന്നിറങ്ങിയപ്പോ എന്റെ ഇറക്കനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവന് ബോധമുള്ളതുകൊണ്ട് അവനോട് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞോ വെള്ളം ആർക്കായിരുന്നു വേണ്ടത്? അപ്പൊ ഇവള് പാന്ന് പറഞ്ഞപ്പോ വേണ്ട, ആ കൊച്ചെടുത്തോണ്ട് വരെ കൊച്ചു പോയി. ഇളയവൻ ഇറങ്ങി അവിടെ നിൽക്കുമായിരുന്നു. ഇനി ഞാൻ പറയുന്നില്ല, ഞാൻ പറഞ്ഞു കേട്ട് പറയാം. ജോണോട്ടാ അല്ല, നിങ്ങൾ ഇത് അറിയണം. ഇവനെയുണ്ടല്ലോ ഇവനെ ജോണേ മോൻ എന്നാ കട്ടെ കാറിന്ന് ഇറങ്ങിയപ്പോ കേട്ടോടാ നാറി. ഒരു ഭാര്യ ഇതിൽ കൂടുതൽ ഇനി സഹിക്കാൻ ഇതെല്ലാം കേട്ടതായിരിക്കും. അതുകൊണ്ട് ഞാൻ മാപ്പ് ചോദിക്കാം ജോൺസാ, എന്താ ചെയ്ത് ഈ ഇടയ്ക്ക് ഒരു ഞങ്ങളുടെ കുടുംബത്തിൽ നാറ്റിക്കുന്നത് മാത്രമേ എനിക്ക് പറയാം. ഞങ്ങൾക്ക് കുടുംബം ഇല്ല മാഡം. അല്ല ഉണ്ട്, അതുകൊണ്ടാണ് എന്റെ ഇവളുടെ പോയ മാനത്തിന് എന്നാ വില? ഒരു വില ഇടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ മാനത്തിന്. അതും ഞാൻ ചോദിക്കുക, ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു, ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം. ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ? ആണോടാ മാറി? ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത്? ഇവനെയൊക്കെ ഞാൻ പറയാം, ഇവനെയൊക്കെ ഉപേക്ഷിക്കുന്നു. ഇവനെ ആംഗ്ലയാണോ ഭർത്താവാണോ പറയാന്നാണാവും ഇങ്ങനെയുള്ളവൻ. ഇത് ഒന്നല്ലല്ലോ, ഒന്നല്ല. ഇതുപോലെ ഞാൻ പറയും, എത്ര കുടുംബം ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും, എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും. ഇപ്പൊ ഒരേ ഒരു പെണ്ണ അന്നൊരു ഇതിന് വന്നത്. അല്ലാതെ ഇത് ഞാൻ പറയും, അന്ന് ആ ഒരു ഇത് വന്നപ്പോഴും ഈ കക്കാടുള്ള ഒരുത്തനിട്ടതാ. ആരാന്നും പറയും, ഓവല് BJP ഓവലിനെ അറിയില്ലേ? അന്നിട്ടാ ഇവൻ കക്കാട് ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയവനെ. ഇവന് ഇതല്ല, ഇതിൽ അപ്പുറവും വരുമെന്ന് അന്നത്തെ ഇതില് ഇട്ടതാ. നിന്റെ വോയിസില്ലേ നീ കരഞ്ഞു നോലോളിച്ച് ആ പെണ്ണിന്റെ അപ്പനോട് സംസാരിക്കണേ? എന്നിട്ടും പഠിച്ചില്ലല്ലേ? ഇതിനൊന്നും ഒരു ഉത്തരം പറയാനോ ഒന്നുമില്ല ജോൺസൺ. കാല് തൊട്ട് ഞാൻ ഇല്ല. അയ്യോ മാഡം ഒരിക്കലും ചെയ്യരുത്. ഇല്ല ഇല്ല, പ്രാവശ്യത്തേക്ക് ഈ ഒരു പ്രാവശ്യത്തേക്ക് അല്ല മാഡം, കാരണം അത്ര ഞങ്ങൾ അനുഭവിച്ചു മാഡം. ഇല്ല ഇല്ല ഇല്ല, മാഡം ഒരിക്കലും കാലുപിടിച്ച് ക്ഷമ പറയരുത്. കാരണം മാഡം ഒരു തെറ്റ് ചെയ്തിട്ടില്ല. മാഡം ഒരു തെറ്റ് ഇവനെ പോലെ ഒരു നാറി ഒരേ അമ്മയുടെ വയറ്റിൽ പിറന്നു എന്നുള്ള തെറ്റാണ് നിങ്ങൾ ചെയ്തത്. അതിനു വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. ഇബിളി അനുഭവിച്ചതോ? ശരിയാണ് സത്യത്തിൽ മാഡം, ഇതെല്ലാം സംഭവിക്കാൻ കാരണം പറയാം. ഒന്ന് എന്റെ അപ്പനും ഇവളുടെ അപ്പനും അമ്മയും. ഞങ്ങൾ ഇത് വാടക വീടാണ്. ഞങ്ങളുടെ എന്റെ ഒരു കൂട്ടുകാരനെയാണ്. പക്ഷെ അതിന് എനിക്കൊരു ആൻസർ ഇല്ല. കൂടെ രണ്ടാമത്തെ ഈ ഡോസിന്റെ കേസ് പോലെ എന്റെ വീട്ടുകാർ ഇപ്പൊ ഞാൻ അപ്പയുടെ കൂടെ പോകുന്നത് പോലും എന്റെ വീട്ടുകാരുടെ ഇഷ്ടത്തിനല്ല. അപ്പൊ കുടി നിർത്താണ്ട് ഞാൻ വന്നത്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് അപ്പേനെ വേണം. അതുകൊണ്ട് ഞാൻ അവര് വേണ്ടിട്ട് ഞാൻ പപ്പ് വെക്കാം. ഞാൻ എന്ത് വേണേലും വേണ്ട. ഞങ്ങൾക്കൊന്നും, ഞങ്ങൾ അങ്ങനെ ബ്ലാക്ക് മെയിലോ അങ്ങനെ ഒരു ആൾക്കാരല്ല. ഞങ്ങള് ബ്ലാക്ക് മെയിലോ ഇതൊന്നും. അതുപോലെ ഇന്നലെ നീ പറഞ്ഞ പഴയ പലരോടും പറഞ്ഞല്ലോ, ലാസ്റ്റ് പൈസ കേസിന്റെ എല്ലാം തന്നേക്കണല്ലേ? 10,000 രൂപ ലാസ്റ്റ് എന്റെ ഗൂഗിൾ പേ ചെയ്ത് വന്നേക്കണം. ഞാൻ തന്നിട്ടില്ല. അല്ല റോയ് ചാച്ച എന്നോട് ഇങ്ങനെ ഒരു ചോദിച്ചു, പൈസ എല്ലാം കൊടുത്തേ എല്ലാം കിട്ടിയേക്കണം. പൈസ എല്ലാം ഫുള്ള് കിട്ടിയേക്കണേ. ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി. എന്നിട്ട് ഇവളോട് പറഞ്ഞു, അല്ലെങ്കിൽ നിന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് അവനെ കേസിൽ പെടുത്തും. ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും, അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതകാലം മുഴുവൻ കെടുത്താനുള്ള വകുപ്പ് എനിക്കറിയാം. മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് ബന്ധമുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടില്ല. വീണ്ടും ജാമ്യം തള്ളിക്കുന്ന ഒരു വാക്യം പറഞ്ഞിട്ടില്ല. മറ്റെല്ലാത്തിനും മാപ്പും കാല് പിടിച്ച് ചോദിക്കും. നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ? ബലമായിട്ടുള്ള പീഡിപ്പിച്ചില്ലേ? ബലമായിട്ടല്ലോ കൊണ്ടുപോയി. പിന്നെയോ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് പീഡിപ്പിച്ചല്ലേ കൊണ്ടുപോയത്? ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണ ദിവസം നീ വന്നെന്നും പറഞ്ഞ് വിളിക്കുവാണോ മെസ്സേജ് കണ്ടിട്ടെ? അതുപോലെ ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തിലാണ്
ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തര, ഇവൻ നമ്പറിൽ വിളിക്കൂല. ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ച് വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ല വിളിക്കുന്നത്, വാട്സപ്പിലാണ്. മനസ്സിലായോ? വാട്സപ്പിലാണ് ഇവന്റെ ഫോൺ വിളിയും കാര്യങ്ങളും എല്ലാം. എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡാക്കാൻ പറ്റില്ല. ഓ, എന്ത് മനുഷ്യനാണോ താങ്കൾ? 19 വയസ്സായില്ലേ? വേണ്ട, നിനക്ക് ഇത്ര കുത്തക്കിഴപ്പാണ്. 1000 2000 രൂപ വേശ്യകൾ ഇഷ്ടം പോലെ ഉണ്ട്. അവിടെ പോകാൻ പാടില്ലേ? ഒരു കുടുംബം നൽകിയിട്ടാണോ നിന്റെ കഴപ്പ് തീർക്കണടാ പാടിക്കുറിയാനെ? ആണോ? ഒരു കുടുംബം കളിക്കട്ടെ. എന്റെ പിള്ളേർ എത്ര ദിവസമായി പട്ടിണി എന്നറിയോ? ഇവർക്ക് ഒരു ആഹാരം വെക്കാനോ ഇതോ? അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് എനിക്കറിയോ? ഇന്നലെ ഈ രാത്രി 2 വിളി ഞങ്ങൾ കിടന്ന് 12 1 മണിയായി. ഈ പിള്ളേർ രണ്ടും ഇവിടെ കിടന്ന് TV കണ്ട് കിടന്ന് ഉറങ്ങിപ്പോയത്. ഇതിന്റെയൊക്കെ ശാപം നീ മേടിക്കാണ്ട് ഈ ലോകത്തുനിന്ന് പോവോ? എന്ത് മനുഷ്യനാണോ താങ്കൾ? ഞാൻ പറയാം, മാഡം നിന്റെ മക്കളെ പെണ്ണ് കെട്ടിക്കുകയാണെങ്കിൽ ഇതിന്ന് ഒഴിവാക്കിയിട്ട് അല്ലെങ്കിൽ അതുങ്ങളുടെ കൂടെ ഇരുന്ന് കിടക്കും. ഇവനിത് രോഗം, ഇവൻ ഞരമ്പ് രോഗം. അവന് നിനക്ക് പറ്റിയ നല്ല ലാടവൈദ്യം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. എനിക്കും അറിയാം ചെറിയ ലാടവ ചികിത്സയൊക്കെ നിന്റെ ഞരമ്പ് രോഗം മാറ്റാനുള്ളത്. ഞാൻ പിന്നെ എൻ്റെ മക്കളെയും ഭാര്യേനെയും ഓർത്താ അവർ പിന്നെ അനാഥരാവും. അറിയോ? ഇത് അറിഞ്ഞ ദിവസം എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ച് കരഞ്ഞ നാണം കെട്ടതല്ലേ മറ്റേ കേസിൽ? എന്നിട്ടും ഈ പരിപാടി നിർത്താറായില്ല. നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തസ്സുണ്ട്, നീ പോയി ആത്മഹത്യ ചെയ്തു. അന്തസ്സുണ്ടാവും, ആ മരണത്തിനൊരു അന്തസ്സുണ്ടാവും. നീ ആത്മഹത്യ ചെയ്തു പോയി, നിന്റെ മരണത്തിനൊരു അന്തസ്സുണ്ടാവും. നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ല അർഹതയുണ്ടോ? അപ്പേ ചെയ്ത് സ്വന്തം കെട്ടിയോനെ പറ്റി കുറ്റം പറഞ്ഞു കൊടുത്ത് ആ പെണ്ണിന്റെ ഇത് ചെയ്ത് അവളെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവള് ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ ഇതിന്? ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് വക്കീൽ, നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ മിടുക്കനായിരിക്കും. മിടുക്കനാണ്, നിനക്ക് നുണ പറയാനും അറിയാം. കുഞ്ഞോളാൻറ്റി എന്നോട് പറഞ്ഞു തന്നെ, നീ നുണ കൊണ്ട് ഇരിക്കണേന് അവന് 100 നുണ പറയാൻ അറിയാം. എന്തിനെ കുഞ്ഞോളാൻറ്റീനെ വിളിച്ചപ്പോൾ നീ കരഞ്ഞേ? അതിന്റെ വോയിസ് റെക്കോർഡ് കുഞ്ഞോളാൻറ്റിയുടെ ഉണ്ട്. കരഞ്ഞേച്ച് നീ എന്നാ പറഞ്ഞ എൻ്റെ കുടുംബം കളയരുതെന്ന് കുഞ്ഞോളാൻറ്റി ഈ കേസിൽ വെച്ചപ്പോൾ. അതായത് കണ്ടു കഴിഞ്ഞല്ലോ, നമ്മളിപ്പോൾ ഈ കണ്ട വിഷ്വലാണ്. ഇങ്ങനെ നിഷ്കാമനായി നിൽക്കുന്ന, ഇത്രയും നിസ്സഹായനായി നിൽക്കുന്ന ഒരാളെ. കാരണം അഡ്വക്കേറ്റ് PG മനു എന്ന് പറഞ്ഞാൽ സ്കില്ല് കൊണ്ട് തന്നെയാണ് അയാൾ ഇത്തരത്തിൽ എത്തപ്പെട്ടത്. കാരണം അത്രയും സീനിയർ ഹൈക്കോടതി പ്രാക്ടീസ് ചെയ്യുന്ന വക്കീലാണ്. മാത്രമല്ല ഈ പറഞ്ഞ പോലെ ഗവൺമെൻറ് പ്ലീഡറായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള സ്ഥാനമാനങ്ങൾ അതിനകത്ത് പലതരത്തിലുള്ള ഇടപെടലുകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ കഴിവ് അതിനകത്തുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് അദ്ദേഹം അതിലേക്ക് എത്തപ്പെട്ടതെന്നുള്ള കാര്യത്തിൽ സംശയം. പക്ഷേ ആ കഴിവിനെ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഈ അഡ്വക്കേറ്റ്സിനെ പോലുള്ള ഈ പ്രൊഫഷണൽ ഡിഗ്നിറ്റി എന്ന് പറയപ്പെടുന്നത് സൂക്ഷിക്കേണ്ട ചില ജോബ്സാണ്. അത് അവർ പലപ്പോഴും മറന്നു പോകാറുണ്ട്. പെണ്ണ് എന്ന് പറയപ്പെടുന്നത് ഉപഭോഗ വസ്തുവാക്കി മാറ്റുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നു. അല്ലെങ്കിൽ അവരുടെ ഈ നമ്മൾ പറയാറുണ്ടല്ലോ, ജീവിതത്തിനും മരണത്തിനും ഇടയിൽ നിൽക്കുമ്പോഴായിരിക്കും അവരെത്തപ്പെടുന്നത് അഭിഭാഷകരുടെ ഇടയിൽ. അവരുടെ ജീവിതം ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ഇവർ ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം ചിലപ്പോൾ എടുക്കാൻ കഴിയുന്നതും ഈ അഭിഭാഷകർ തന്നെയായിരിക്കും. പക്ഷെ അവർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള കുടില തന്ത്രങ്ങൾ ഈ ഒരു നിസ്സഹായയായ സ്ത്രീയുടെ ജീവിതത്തെ തന്നെ ആകെ ഇല്ലാതാക്കുകയാണ്. അങ്ങനെ എത്രയോ പേർ, എത്രയോ 1000 പേർ അങ്ങനെ ഉണ്ട്. ഇപ്പം നമ്മൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കറിയാവുന്നവരിൽ തന്നെ പലരും നമ്മുടെ ഇത്തരത്തിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള അഡ്വക്കേറ്റ്സിനകത്തുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്ന് തന്നെ പലപ്പോഴും പറയാറില്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഈ പറയുന്ന സ്ത്രീകൾക്ക് ഇനി ഒരാൾക്കും നീതി എന്നുള്ളത്, അല്ലെങ്കിൽ നിയമത്തെ അനുകൂലിച്ച് എത്തപ്പെടുകയും നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കോടതികളിലേക്ക് എത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ കോടതികളിലേക്ക് എത്തപ്പെടാൻ കഴിയുന്നില്ല. അതിനു മുമ്പ് ഈ വക്കീലന്മാരെന്ന് പറയപ്പെടുന്നവരുടെ മുമ്പിലേക്ക് എത്തപ്പെട്ട് അവർ തീർന്നു പോവുകയാണ്. അവരുടെ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു ഇവിടെ നിന്നും കയറി ജീവിച്ചു കാണിക്കണം. ആത്മഹത്യ എന്ന് പറയപ്പെടുന്ന ഒരിക്കലും ഒരു പരിഹാരമല്ല എന്ന് പറയപ്പെടുന്ന പോലെ ആത്മഹത്യ ചെയ്യാതെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരെ തളർത്തുന്ന തരത്തിലുള്ള സമീപനമാണ് ഈ ഇത്തരത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ എല്ലാ വക്കീലന്മാരും അല്ല, ഇത്തരത്തിലുള്ള അഭിഭാഷകർ സ്വീകരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ആ ഒരു വാക്യം ഒന്നുകൂടെ ഞങ്ങൾ എടുത്ത് പറയട്ടെ. അതായത് അഭിഭാഷക വൃത്തിയിലുള്ള എല്ലാവരും ഇത്തരം പുഴുക്കുത്തുകളല്ല, നല്ല സത്യസന്ധമായി ആത്മാർത്ഥമായി സേവനം നടത്തുന്ന അഭിഭാഷകരുണ്ട്. അവരുടെ ആ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ ആദരവോടെ സ്മരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ പുഴുക്കുത്തുകളുള്ള ഒരു മേഖലയായി ഈ അഭിഭാഷക വൃത്തി അധപ്പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം യാതൊരു വിധത്തിലും നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന്, ഇത്തരത്തിലുള്ള സ്ത്രീകളാണെങ്കിൽ ലൈംഗിക ചൂഷണം. അതുകൂടാതെ നമുക്ക് യാതൊരു തരത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ ആത്മാർത്ഥമായി നമ്മുടെ ഒപ്പം നിൽക്കുന്നു എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ മറുകണ്ഠം ചാടുന്ന അവർ. ഇപ്പോൾ ഇന്ന് ഒരു ബെഞ്ച് ഫിക്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ കേട്ട് ഇത് ആ ഒരു പദം തന്നെ വളരെ സുപരിചിതമായ എല്ലാവർക്കും. കാരണം ഇത്തരത്തിലുള്ള അവർ അഭിഭാഷകരായി അവർ കോടതികളിൽ കയറുന്നില്ലെങ്കിലും ഇവർ ഇത്തരത്തിലുള്ള ബെഞ്ച് ഫിക്സിങ്ങിനായി നടക്കുന്ന ഏജന്റുമാർ ഓരോ ബാറുകൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. തിരുവനന്തപുരം അടക്കം നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, വ്യക്തമായിട്ട് നമുക്ക് തെളിവുകൾ അടക്കം നൽകാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഈ ബെഞ്ച് ഫിക്സിംഗ് ഏജന്റുമാർ
കേസുകളെ അട്ടിമറിക്കുന്നു. പ്രത്യേകിച്ച് ഈ മതമേലധ്യക്ഷന്മാരുമായി സഭകളുമായി ബന്ധപ്പെട്ട ഇവരുടെ പരിധിയില്ലാത്ത കള്ളപ്പണം ഇവർ ഇത്തരത്തിലുള്ള ഇവരുടെ കേസുകൾ അല്ലെങ്കിൽ ഇവരുടെ പ്രതിയോഗങ്ങളെ ഒതുക്കുവാനും വേണ്ടി ഇവർ ഇത്തരത്തിൽ ഉള്ള ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് കേസുകൾ അട്ടിമറിക്കുകയും കേസുകൾ പരാജയപ്പെടുത്തുവാനും ഉള്ള ശ്രമം നടത്തുന്നുണ്ട്. അന്നേരം ഇവരുടെ കയ്യിലുള്ള പരിധിയില്ലാത്ത പണമിറക്കിയാണ് ഇവർ എതിർവിഭാഗം വക്കീലിനെ പോലും പർച്ചേസ് ചെയ്യുന്നത്. അതിന് മേളിലോട്ടുമുള്ള ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകൻ നമ്മൾ കണ്ടു, ഡൽഹി ഹൈക്കോടതിയിൽ കണ്ടു. ഇതൊക്കെയാണ് നമ്മൾ വിശ്വസിക്കില്ലായിരുന്നു. പക്ഷേ തെളിവുകളടക്കം ഇത്തരം കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കേണ്ട അവസ്ഥ വരുന്നത്. അന്നേരം കോടതികളിൽ ഒരു സാധാരണക്കാരൻ നീതി തേടി ചെല്ലുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം നീതി നിഷേധം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസമാണ്ട് വഞ്ചൂർ കോടതിയിലെ ബോംബ് ഭീഷണി എന്ന് പറഞ്ഞൊരു വാർത്ത നമ്മൾ കണ്ടു. അന്നേരം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ അതിനെ ഗൗരവത്തിലെടുക്കണം. ഇതൊരു വെറും ഒരു ഭീഷണിയല്ല. സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നീതി നിഷേധിക്കപ്പെടുന്നു, അവന് പോകാൻ മറ്റൊരു മാർഗവുമില്ല. അന്നേരം ഇത്തരം സാഹചര്യങ്ങളിൽ വരുമ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം ഒന്നെങ്കിൽ അവൻ സ്വയം തീയായി മാറണം, അല്ലെങ്കിൽ അവൻ സ്വയം ഇത്തരം നീതി നടപ്പിലാക്കുവാനായി അവൻ മുന്നോട്ട് ഇറങ്ങേണ്ട അവസ്ഥ വരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ടെറർ ത്രൂ ഫിയർ എന്ന് പറഞ്ഞ പോലെ ഇത്തരം ആശങ്കകളും പരിഭ്രാന്തികളും ഉണ്ടാക്കി അങ്ങനെയെങ്കിലും അവൻ ആനന്ദിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. അന്നേരം ഇതൊക്കെ ഒരു സിംറ്റമാണ്. ഈ സിംറ്റം കണ്ട് ഇത് നീതിപീഠവും ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിഭാഷക വൃന്ദവും എല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് അളമുറ്റിയ മനുഷ്യൻ അവൻ എന്തും ചെയ്യും. കാരണം അവന് പിന്നെ മേൽകീഴിൽ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ അത്തരം ഒരു അവസ്ഥയിലേക്ക് സാധാരണക്കാരനെ വിടാതിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അവനുള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നീതിപീഠം മാത്രമേ ഉള്ളൂ. അവന് രാഷ്ട്രീയപരമായിട്ടും മറ്റ് പോലീസ് വിഭാഗങ്ങളിൽ നിന്നുമൊക്കെ അവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ അവന് ഉള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ പരമോന്നത നീതിപീഠം തന്നെ. അന്നേരം അങ്ങനെയുള്ള ഇടത്ത് പോലും അവന് നീതി നിഷേധം ഉണ്ടാകുന്നു. അവന് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ഓരോ വ്യക്തിയും നീതി നടപ്പിലാക്കുവാനായി കയ്യിലെടുക്കുവാനായി എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ ഈ ഒരു വിഷയം കൂടി പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഈ അഭിഭാഷകരുടെ ഇടയിൽ മാത്രം എന്ന് പറഞ്ഞതിനെ ഒതുക്കുന്നില്ല. എല്ലാ മേഖലകളിലും ഏത് മേഖല എടുത്താലും ഈ വിഷയങ്ങളുണ്ട്. അതിൻ്റെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുന്നവരിൽ അല്ലെങ്കിൽ നമ്മൾ സർക്കാർ ഓഫീസുകളിലാണെങ്കിലും ഇതേ അവസ്ഥയാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും ഒരു വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസിൽ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയമായിരിക്കും. അതിന് പോലും വില്ലേജ് ഓഫീസർമാരുടെ മുമ്പിൽ അവരുടെ കനിവിന് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പലപ്പോഴും എത്താറുണ്ട്. അതുപോലെ ഈ സ്ത്രീകൾ മാത്രമാണെങ്കിൽ സ്ത്രീകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് അവന്മാർ കൊടുക്കും പലപ്പോഴും. ഇതല്ല പുരുഷന്മാരാണ് ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുകയാണെങ്കിൽ അവരിങ്ങനെ തെക്കോട്ടും വടക്കോട്ടും പോകേണ്ടി വരുന്ന സ്ഥിതിവിശേഷം. അത് സർക്കാർ ഓഫീസ്, അതിപ്പോൾ കോർപ്പറേഷനിലാണെങ്കിലും ശരി, വില്ലേജ് ഓഫീസുകളാണെങ്കിൽ ശരി, എന്തിനും നമ്മുടെ സെക്രട്ടേറിയറ്റിലാണെങ്കിലും പോലും ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നടക്കുന്നുള്ളത് സർക്കാർ ഓഫീസുകളുടെ ഒരു രീതിയായി മാറിയിരിക്കും. ഇനി മറ്റൊന്ന് ഇതുപോലെ തന്നെയാണ് ഏത് മേഖല എടുത്താൽ, ഇത് മാധ്യമ മേഖലയിലാണെങ്കിലും ശരി, മറ്റേത് മേഖലയിലാണെങ്കിലും, ഇപ്പോൾ അഭിഭാഷക വൃത്തിയിലാണെങ്കിലും ശരി, ഇതിപ്പോൾ നമ്മൾ അഭിഭാഷകർ മാത്രമായിട്ട് പറയുന്ന ഒരു സംവിധാനമൊന്നുമല്ല. പക്ഷെ നടന്നത് ഇതായതുകൊണ്ടും അഡ്വക്കേറ്റ് PG മനു എന്ന് പറയപ്പെടുന്ന വ്യക്തി ചെയ്ത് കൂട്ടിയ വൃത്തികേടുകൾ ഇങ്ങനെ ആയതുകൊണ്ടും ഇത് ചർച്ചയാക്കേണ്ടി വന്നു. എനിക്കൊന്നും മറ്റൊരു പൊതു മാധ്യമവും ഇതിനെ കൈകാര്യം പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല, അവഗണിക്കുന്ന രീതി കാണിച്ചു. അന്നേരം ITV ന്യൂസ് ഇത്തരം ഒരു ചർച്ച തുടങ്ങി വെച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് അഭിഭാഷക വൃത്തിയിലേക്ക് കടക്കുന്ന ഓരോ അഭിഭാഷകനും ആദ്യം ആ പ്രതിജ്ഞയോടൊപ്പം തന്നെ മനസ്സിൽ ഉരുവിടേണ്ടുന്ന ഒരു കാര്യം, ഞാൻ അധപതിച്ചാലും ഒരു കാരണവശാലും PG മനുവിന്റെ അത്രയും അധപതിക്കത്തില്ല എന്ന് സ്വയം മനസ്സിൽ ഒരു പ്രതിജ്ഞ എടുത്ത ശേഷം വേണം ഈ പ്രൊഫഷനിലേക്ക് വരുവാൻ എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമുക്കിത് പറയേണ്ടത്. കാരണം ഇനി വരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ പുതിയ ഈ വക്കീലന്മാരായിട്ട് അഭിഭാഷകരായിട്ട് വരാൻ പോകുന്ന ഒരു തലമുറയുണ്ട്. അവരെങ്കിലും ഈ PG മനുവാണ് ഏറ്റവും ഇത്തരത്തിലുള്ള കൊള്ളക്കാരൻ എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ PG മനുവിനേക്കാൾ ഏറെയുള്ള കൊള്ളക്കാരന്മാരുണ്ട്. കാരണം ഞാൻ പറയട്ടെ, പല മുതിർന്ന അഭിഭാഷകർ, അതുകൂടി പറയുന്നത്, പല മുതിർന്ന അഭിഭാഷകരും അവരുടെ ജൂനിയർ അഭിഭാഷകരെ ഉപയോഗിക്കുന്ന തരത്തിലേക്ക് എത്തപ്പെടുന്നുണ്ട്. പലപ്പോഴും രാപ്പകല്ലാതെ കഷ്ടപ്പെടുത്തും ഈ തരത്തിലുള്ള ജൂനിയർ അഭിഭാഷകരെ. അവരെ രാവിലെ 9 മണിക്ക് എന്നാൽ രാത്രി 9 മണി വരെ എത്തി പണിയെടുപ്പിക്കുന്ന തരത്തിലുള്ള പല പരിപാടികളും കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ പുറത്തു കളഞ്ഞാൽ ഞാൻ കൊല്ലപ്പെടുമെന്ന് ഭയക്കുന്ന ഈ വളരെ മുതിർന്ന അഭിഭാഷകരുടെ ജൂനിയറായിട്ട് ഒത്തിരി പേരുണ്ട്. അത് തിരുവനന്തപുരത്താണെങ്കിലും ശരി, കൊച്ചിയിലാണ്, ഹൈക്കോടതി ബെഞ്ചിലാണെങ്കിലും ശരി, ഒക്കെ ഉള്ള ഇത്തരത്തിലുള്ള വളരെ മുതിർന്ന അഭിഭാഷകരുടെ ജൂനിയർമാരായി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള സെക്ഷൽ ഹരാസ്മെന്റ് അടക്കമുള്ള അതായത് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ ഇതുമായിട്ട് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനൊരു ചർച്ച നടത്തിയതുകൊണ്ട് ഞങ്ങൾക്കെതിരെ നിങ്ങൾ തിരിയേണ്ട ആവശ്യമില്ല. ഇത് അഭിഭാഷക വൃത്തി എന്ന് പറയപ്പെടുന്നത്, അത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഒരു പ്രൊഫഷണൽ
ഡിഗ്നിറ്റി സൂക്ഷിക്കുന്ന ഒരു ജോലിയാണ്. അതുമാത്രമല്ല അതൊരു സാമൂഹ്യ പ്രവർത്തനം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലേക്ക് നീതി നിഷേധിക്കപ്പെടുന്നവർക്ക്, നീതി വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് അവർക്കത് നൽകുക എന്നുള്ളതിനുള്ള ഒരു മീഡിയേറ്റർ മാത്രമാണ് നിങ്ങൾ. ആ മീഡിയേറ്റർമാർ ഒരിക്കലും അവരുടെ അന്തകരാകരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ആ വിഷമം കൊണ്ട് മാത്രമാണ് അല്ലേ നമ്മൾ ഇങ്ങനെ ചർച്ചയിലേക്ക്. അതെ, അന്നേരം അത്തരക്കാരിൽ നിന്നും എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായാൽ, ഇപ്പം ITV ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ വിമർശിക്കുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ മാത്രമല്ല, എല്ലാ പ്രൊഫഷനുകളുമുള്ളവരെ നമ്മൾ ഒരു വിമർശന ബുദ്ധിയോടെ സമീപിക്കാറുണ്ട്. അത്തരം അനുഭവങ്ങൾ വക്കീലന്മാരുടെ ഭാഗത്തു നിന്നോ ഇത്തരത്തിലുള്ള നിയമ സംവിധാനങ്ങളിൽ നിന്നോ നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാവുന്നതാണ്. 9746114444 നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയാം. 9746114444 എന്ന താഴെ സ്ക്രോൾ ചെയ്യുന്ന ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ദുരനുഭവം ഉണ്ടെങ്കിൽ ഞങ്ങളുമായി പങ്കുവയ്ക്കാവുന്നതാണ്. ഞങ്ങളത് സമൂഹ മധ്യത്തിൽ എത്തിക്കാവുന്നതാണ്. നമ്മുടെ ഉദ്ദേശം ഇതിൽ ആരെയും ഏതെങ്കിലും ഒരു അഭിഭാഷകനെയോ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിലുള്ളവരെയോ നാണം കെടുത്തിക്കുക എന്നുള്ളതല്ല. പക്ഷേ ഞങ്ങൾ എല്ലാത്തിനും അതീതരാണ്. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. നിയമ സംവിധാനങ്ങൾ പോലും ഞങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഞങ്ങളെ ആർക്കും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് അഹങ്കരിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകളെ സമൂഹ മധ്യത്തിൽ തുറന്നു കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള PG മനുമാർ ഉണ്ടാകും. അവർ സ്വയം ജീവൻ ഒടുക്കേണ്ട അവസ്ഥ വരും. അന്നേരം ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തങ്ങളും ഇത്തരം വിമർശനങ്ങൾക്ക് അതീതരല്ല എന്നൊരു തോന്നൽ നമുക്ക് ഉളവാക്കണമെങ്കിൽ ഇവരുടെ കൊള്ളരുതായ്മകൾ, ഇവരുടെ കന്നന്തിരിവുകളും സമൂഹ മധ്യത്തിൽ ചർച്ച ചെയ്യപ്പെടണം, പുറത്തു വരണം. അതുകൊണ്ട് നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യപൂർവ്വം ഞാൻ ആ പറഞ്ഞ നമ്പറിലേക്ക്, താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് ഞങ്ങളെ വിളിക്കുക. ഞങ്ങളത് പൊതുസമൂഹത്തിൽ എത്തിക്കാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.